Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. അങ്കമാലി KSRTC സ്റ്റാൻഡിന് സമീപം ആലുവ റോഡിൽ ഒരു ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പ് ആർക്കോ വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി അത് പൊളിച്ചു മാറ്റപ്പെട്ടു. കുറച്ച് മുൻപോട്ട് നീങ്ങി ബസ് സ്റ്റോപ്പ് എന്നെഴുതിയ ഒരു ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. എങ്കിലും യാത്രക്കാർ ഇപ്പോൾ പഴയ സ്ഥലത്തു തന്നെ ബസ് കാത്തു നിൽക്കുന്നു. സ്വകാര്യ ബസ്സുകൾ അവിടെ തന്നെ നിർത്തുന്നു. മുൻപിൻ നോക്കാതെയുള്ള ഈ സ്റ്റോപ്പ് മാറ്റത്തെ തുടർന്ന് ഈ ഭാഗത്തെ 40ഓളം വരുന്ന കച്ചവടക്കാർ ദുരിതത്തിലാവുകയും ചെയ്തു. കാലടി പെരുമ്പാവൂർ ഭാഗത്തേക്കും അത്താണി മാഞ്ഞാലി ഭാഗത്തേക്കുമുള്ള ആയിരക്കണക്കിന് യാത്രക്കാർ ബസ് കാത്തു നിന്നിരുന്നത് KSRTC സ്റ്റാൻഡിന് സമീപം SBIക്ക് മുൻപിലാണ്. ഇവിടെ ഒരു ബസ് കാത്തുനിൽപ്പ് കേന്ദ്രവും ഉണ്ടായിരുന്നു. വെയിലും മഴയുമേൽക്കാതെ യാത്രക്കാർ കയറി നിന്നിരുന്നത് ഇവിടെയാണ്. കുറച്ചു നാളുകൾക്ക് മുൻപ് യാതൊരു മുന്നറിയിപ്പോ കൂടിയാലോചനയോ കൂടാതെ നഗരസഭ കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു കളഞ്ഞു. പിറ്റേന്ന് തന്നെ രാത്രിയിൽ 50 മീറ്ററോളം മുന്നോട്ട് നീങ്ങി ബസ് സ്റ്റോപ്പ് എന്നെഴുതിയ ബോർഡ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പോലീസിന്റെ പേരെഴുതി സ്ഥാപിച്ച ബോർഡ് ആരാണ് കൊണ്ടുവച്ചത് എന്ന് നിശ്ചയമില്ല. പോലീസ് തന്നെയാണോ, നഗരസഭയാണോ, അതോ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയാണോ എന്നാണ് ഈ ഭാഗത്തെ കച്ചവടക്കാർ ചോദിക്കുന്നത്. ഇത് നാഷണൽ ഹൈവേ ബസ് സ്റ്റോപ്പാണോ ബസ് സ്റ്റാൻഡാണോ ഇവിടുത്തെ പ്രവർത്തനം മനസ്സിലാക്കിയാൽ മതി. ബസ് ആളിറങ്ങി കയറി പോകേണ്ട ആവശ്യത്തിന് ബസ്സുകൾ ഇവിടെ കിടക്കാണ്. അപ്പൊ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവാണ്. വ്യാപാരികൾക്ക് യാത്രക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്ന സീബ്ര ലൈനിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ബോർഡ് എന്നതും മറ്റെങ്ങും കാണാനാകാത്ത കാഴ്ചയാണ്. ഇരുചക്രവാഹനങ്ങൾ നിരനിരയായി പാർക്ക് ചെയ്യുന്നിടത്താണ് ബസ് സ്റ്റോപ്പ് ബോർഡ് എന്നതും വിചിത്രമായി തോന്നാം. വാഹന പാർക്കിങ്ങും ബസ് സ്റ്റോപ്പിൽ ദീർഘനേരം തമ്പടിക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ നീണ്ട നിരയും ദുരിതത്തിലാക്കിയത് ഈ ഭാഗത്ത് ചെറുകിട കച്ചവടം നടത്തുന്ന വ്യാപാരികളെയാണ്. അങ്കമാലി KSRTC സ്റ്റാൻഡിന്റെ തൊട്ടു സമീപമായി നിൽക്കുന്ന പ്രൈവറ്റ് ബസ് സ്റ്റോപ്പ് ബസ് ഷെൽട്ടർ ഒരു സുപ്രഭാതത്തിൽ പൊളിച്ചു കളഞ്ഞു. ആരുടെ പരാതി മൂലമാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളൊരു 40 കടക്കാരോളം ഇവിടെയുണ്ട്, കച്ചവടക്കാരിവിടെയുണ്ട്. ഈ ബസ് സ്റ്റോപ്പ് യാതൊരു ചർച്ചയോ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു ചർച്ചയോ ഒരു തീരുമാനമില്ലാതെയാണ് ഈ ബസ് സ്റ്റോപ്പ് ഇങ്ങോട്ട് നീക്കിയിരിക്കുന്നത്. ഈ 40 കടക്കാരുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. വാടക കൊടുത്തിരിക്കുന്ന ഈ വ്യാപാരികൾക്ക് അവരുടെ വീട്ടിലെ ജീവിത മാർഗമായിരിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് കസ്റ്റമർ വന്നില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏത് വ്യക്തികൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് മാറ്റിയത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്ന് വ്യക്തമാക്കാൻ അധികാരികൾ ശ്രമിക്കണം. ഈ 30 കടക്കാരുടെ വാടക കൊടുക്കാൻ പോലും പറ്റാത്ത ഈ അവസ്ഥയിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് തക്കതായ നടപടികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബൈക്കോ സ്കൂട്ടറോ റോഡരികിൽ വച്ച് കടയിൽ കയറി സാധനങ്ങൾ വാങ്ങി പോകാൻ ഒരുങ്ങുന്നവർക്ക് 500ഉം 1000ഉം ഒക്കെ പെറ്റി എഴുതി കൊടുക്കുകയാണ് പോലീസ്. അതേസമയം പിന്നിൽ വേറെ ബസ് വരുന്നതുവരെ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ബസ് സ്റ്റോപ്പിനെ ബസ് സ്റ്റാൻഡാക്കി മാറ്റി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും വ്യാപാരികൾ പരാതിപ്പെടുന്നു. ഈ ബസ് സ്റ്റോപ്പിൽ വാഹനങ്ങൾ നിർത്തി യാത്രക്കാരെ ഇറക്കിയതിന് ശേഷം ഇവിടെ നിന്നും അധികം സമയം വെയിറ്റ് ചെയ്യാതെ പോകേണ്ടതാണ്. പക്ഷെ മിക്ക സമയങ്ങളിലും ഇവിടെ ബസ് നോക്കി നിൽക്കുകയും ആൾക്കാരെ വിളിച്ചു കയറ്റുകയും ആവുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഈ ബസ് സ്റ്റോപ്പിന് നേരെ തന്നെയാണ് ഒരു സീബ്ര ലൈൻ ഉള്ളത്. റോഡ് ക്രോസ് ചെയ്യാനും
പുതിയതായി നീക്കി വെച്ചിരിക്കുന്ന ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെയാണ് സീബ്ര ലൈൻ വരച്ചിരിക്കുന്നത്. ഈ ബസ്സുകൾ നിർത്തുമ്പോൾ യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ ബസ് സ്റ്റോപ്പ് പൊളിച്ച് നീക്കി വെച്ചു. ബസ് സ്റ്റോപ്പ് ഷെൽട്ടർ പൊളിച്ചു കളയുകയും ബസ് സ്റ്റോപ്പ് എന്ന ബോർഡ് നീക്കി വെക്കുകയും ചെയ്തുകൊണ്ട് യാത്രക്കാരെപ്പോൾ പഴയ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. ആ ബാങ്കിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നു. ആരുടെ സമ്മർദ്ദം മൂലമാണ് ഈ ബസ് സ്റ്റോപ്പ് നീക്കി വെച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഈ 40 വ്യാപാരികൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടെന്നല്ലാതെ ഈ യാത്രക്കാരെല്ലാം പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. അവർക്ക് കാലടി പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നത്. സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട യാത്രക്കാരെ KSRTC സ്റ്റാൻഡിൽ ഇറക്കിവിട്ട് ഇത് ചോദ്യം ചെയ്യുന്നവരോട് സ്റ്റാൻഡ് വഴി പോകുന്ന അടുത്ത ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ പോകാൻ നിർദ്ദേശിക്കുകയാണ് സ്വകാര്യ ബസ്സുകാർ. KSRTC സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റിയ ശേഷം സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് പോകാതെ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് MC റോഡിലൂടെ പോവുകയാണ് കാലടി ഭാഗത്തേക്കുള്ള ബസ്സുകൾ. കാലടി പെരുമ്പാവൂർ ഭാഗത്തേക്കുള്ള ബസ് നോക്കി സ്റ്റാൻഡിൽ കാത്തുനിൽക്കുന്നവർ ഇതോടെ പെരുവഴിയിലാകുകയും ചെയ്യും. റൂട്ട് തെറ്റിച്ചും യാത്രക്കാരെ നടുറോട്ടിൽ ഇറക്കിവിട്ടും നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ നടപടി ആരംഭിച്ചതായി RTO അധികൃതർ അറിയിച്ചു. അപ്പോഴും KSRTC സ്റ്റാൻഡ് പരിസരത്തെ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്നും മഴയും വെയിലുമേൽക്കാതെ തങ്ങൾ എവിടെ കയറി നിൽക്കുമെന്നുമാണ് യാത്രക്കാർ ചോദിക്കുന്നത്. ഞാനൊരു പോളിടെക്നിക് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ വർഷം മുതലേ ഞാനിവിടെ പഠിക്കണായിരുന്നു. അപ്പം സ്ഥിരമായിട്ട് ഇവിടുന്ന് ബസ് കയറിക്കൊണ്ടെന്ന് വെച്ചത്. ഇവിടെ ഒരു ബസ് അതിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നു. അത് പൊളിച്ചു കളഞ്ഞ് ഇപ്പം അവിടെ ഒരു സ്ഥലത്താണ് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കണം. അവിടെ ബസ് നിർത്തണില്ല. ബസ്സുകാർ ഫുള്ള് ഇവിടെ നിർത്തണതുകൊണ്ടും പിന്നെ ഭയങ്കര വെയിലായതുകൊണ്ടും നമ്മൾ ഈ ബാങ്കിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ബസ് കയറുന്നത്. ബസ് സ്റ്റോപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ SBI ബാങ്കിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉണ്ടായിരുന്ന കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കി ബസ് സ്റ്റോപ്പ് മാറ്റി സ്ഥാപിച്ച ശേഷം പഴയ സ്ഥലത്ത് തന്നെ മഴയും വെയിലും കൊണ്ട് ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് പൊതുജനം. പോലീസും സ്വകാര്യ ബസ്സുകാരും ചില സ്ഥാപിത താൽപര്യക്കാരും ചേർന്ന് നടത്തിയ പരിഷ്കാരത്തിൽ ബലിയാടുകളായതോ യാത്രക്കാരും ഈ ഭാഗത്തെ പാവപ്പെട്ട കുറെ കച്ചവടക്കാരും. വെയില് മഴ ഇവ കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഷെൽട്ടർ പോലും നിലവിലില്ല. ഉണ്ടായ ഷെൽട്ടർ എന്തിന്റെ കാരണത്തിലാണ് പൊളിച്ചതെന്ന് ഇതിന്റെ അധികൃതർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.